മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു തുടക്ക ഭാഗം അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ്, അതുപോലെ 18th സെഞ്ച്വറിയുടെ സമയത്ത് യൂറോപ്യൻസ് ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയുടെ സാഹചര്യം എങ്ങനെയായിരുന്നു എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് യൂറോപ്യൻസ് വന്നതും പ്രത്യേകിച്ചും അതിനുശേഷം അതിൽ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ഭരിച്ച ആ ഒരു കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നത്തെ ദിവസം നമ്മൾ അഡ്വെൻറ്റ് ഓഫ് ദ യൂറോപ്യൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പോൾ ആദ്യം അഡ്വെൻറ്റ് ഓഫ് ദ യൂറോപ്യൻസ് ഇൻ ഇന്ത്യ, അതായത് യൂറോപ്യൻസിൻ്റെ ആ ഒരു വരവ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്. നമുക്കറിയാം പല യൂറോപ്യൻ പവേഴ്സ് അല്ലേ, ബ്രിട്ടീഷുകാർ മാത്രമല്ല, പോർച്ചുഗീസുകാർ, ദെൻ ബ്രിട്ടീഷുകാർ, ദെൻ ഡച്ച്, അതുപോലെ ഫ്രഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് യൂറോപ്യൻസ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യയിലെ പല ഭാഗങ്ങൾ ഭരിച്ചിട്ടുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യലായിട്ടുള്ള ട്രേഡ് നടത്തിയിട്ടുണ്ട്, അതിനുശേഷം ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ ശക്തികളൊക്കെ നമ്മുടെ രാജ്യത്ത് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും കൂടുതൽ ഭാഗം നമ്മുടെ രാജ്യത്തെ ഭരിച്ച് ഒരു ഭരണ സംവിധാനമൊക്കെ സൃഷ്ടിച്ച് പൂർണ്ണമായും കോളനൈസ് ചെയ്യാൻ സാധിച്ചത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പൊതുവെയുള്ള ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള യൂറോപ്യൻസിൻ്റെ അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസ്, എങ്ങനെയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തിയത്, ആ ഒരു കാര്യം ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക്, നമ്മുടെ രാജ്യം ആ സമയത്ത് ഉള്ള, നമുക്ക് ഇന്നത്തെ പല മറ്റ് രാജ്യങ്ങളായുള്ള പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അങ്ങനെയുള്ള മറ്റ് പല ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു രാജ്യമായിരുന്നു അല്ലെ. ആൻഷ്യൻറ്റ് ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് മുഴുവൻ, ആ ഒരു ഭൂപ്രദേശത്തെ മുഴുവനായിട്ടാണ് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭൂപ്രദേശം നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻഷ്യൻറ്റ് ടൈംസ് മുതലേ വെസ്റ്റുമായിട്ടെല്ലാം ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഴയ കാലം മുതലേ ട്രേഡ് റിലേഷൻസ് വെസ്റ്റുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലാൻഡ് റൂട്ടിലൂടെ ആയിരുന്നു, സിൽക്ക് റൂട്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ലാൻഡ് റൂട്ട് വഴിയായിരുന്നു നമുക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമകാലം മുതലേ നമ്മുടെ രാജ്യത്തിന് ട്രേഡ് റിലേഷൻസ് വെസ്റ്റുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ചില മാറ്റങ്ങൾ, അതൊരു ആ സമയത്ത് ആ ഒരു ട്രേഡ് റൂട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭരണമാറ്റങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ലാൻഡ് റൂട്ട് മിസ്സാവുന്ന, അല്ലെങ്കിൽ അത് യൂറോപ്യൻസിന് ഇങ്ങോട്ട് വരുന്നതിനുമൊക്കെയുള്ള ഒരു ലാൻഡ് റൂട്ട് നമുക്ക് മിസ്സാവുന്നൊരു സാഹചര്യം വന്നു. അതാണ് ഒരു വലിയൊരു വഴിത്തിരിവ്, ഇന്ത്യയിലേക്ക് യൂറോപ്യൻസ് വരാനിടയായിട്ടുള്ള വലിയൊരു സാഹചര്യം അതാണ് ഉണ്ടായത്. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്കൊരു തുടക്കം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം റോമൻ എംപയർ ഒക്കെ ഡിക്ലൈൻ ആയി 7th സെഞ്ച്വറി ഒക്കെ ആകുമ്പോൾ, അതിനുശേഷം അറബ്സ് ആയിരുന്നു ഒരു ഈജിപ്ത്, പേർഷ്യ ഭാഗങ്ങളിലൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ ഇൻ ബിറ്റ്വീൻ അറബ്സ് ഉണ്ടായിരുന്നു. അപ്പം അന്നും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സ്പൈസസ്, നമ്മുടെ സിൽക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രേഡാണ് നമുക്ക് വെസ്റ്റുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ട്രേഡൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മെയിനായിട്ട് നടന്നിട്ടുള്ള ഒരു വലിയൊരു ഇവൻറ്റ് എന്ന് പറയുന്നത് 1453 ഓട്ടോമൻ ടർക്സ് കോൺസ്റ്റാന്റിനിപ്പോൾ എന്ന് പറയുന്ന അവിടെ ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ക്യാപ്ചർ ചെയ്തോടുകൂടി ആ ഒരു സ്ഥലത്തെ ഓട്ടോമൻ ടർക്സ് അവിടെ ക്യാപ്ചർ ചെയ്തപ്പോൾ ആ ഒരു നമ്മുടെ ട്രേഡ് റൂട്ട്, അവിടെയുള്ള റെഗുലർ ട്രേഡ് റൂട്ട്സ് ഒക്കെ ടർക്സിൻ്റെ കീഴിലായിട്ട് വന്നു. സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, യൂറോപ്യൻസിൽ ആ ഒരു ട്രേഡ് റൂട്ട് ആക്സസ് ചെയ്യാൻ, ആ ഒരു ലാൻഡ് റൂട്ടൊക്കെ ഇന്ത്യയിലേക്ക് യൂറോപ്യൻസ്, അല്ലെങ്കിൽ വെസ്റ്റിന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഇന്ത്യയുമായിട്ടൊക്കെയുള്ള ട്രേഡ് റിലേഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് ലാൻഡ് റൂട്ട് വഴിയായിരുന്നു. അപ്പോൾ ഈ ഒരു ലാൻഡ് റൂട്ട്, ഈ ഒരു ഓട്ടോമൻ ടർക്സ് വന്ന് അവിടെ കോൺസ്റ്റാന്റിനിപ്പോൾ ഒക്കെ കീഴടക്കിയതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഒരു റെഡ് സീ ട്രേഡ് റൂട്ടും ഒരു ഇഷ്യൂ ആയി വന്നു. ഇസ്ലാമിക് റൂളേഴ്സിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു
ആധിപത്യം അവിടെ വരുന്നു. അതിനുശേഷം നമ്മൾ ടർക്സിൻ്റെ ആധിപത്യം അവിടെ വരുന്നു. അതുപോലെ അറബ്സ് ആണെങ്കിൽ ലാൻഡ് റൂട്ടും ഒക്കെ കോൺക്വർ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായൊരു സാഹചര്യം വന്നപ്പോഴാണ് എന്തായാലും വെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാം യൂറോപ്യൻസിന് ഈ ഒരു ഇന്ത്യയുമായിട്ടൊക്കെ ഒരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു റൂട്ട് വേണം, ഒരു സീ വഴിയുള്ള ഒരു റൂട്ട് വേണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായി വന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. ഈ ഒരു സീ റൂട്ട് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സീ റൂട്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് യൂറോപ്പിൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ യൂറോപ്പാണെങ്കിൽ അന്നത്തെ സമയത്ത് റിനൈസൻസും നവോത്ഥാനവും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളൊരു സൊസൈറ്റി ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയം യൂറോപ്പിലാണെങ്കിൽ ആളുകൾ ഭയങ്കരമായി പ്രോസ്പെരിറ്റി ഉണ്ട്, ഒരുപാട് ചേഞ്ചസ്, ടെക്നോളജിക്കലായിട്ടുള്ള ചില അഡ്വാൻസ്മെൻറ്റുകൾ, അതുപോലെ റിനൈസൻസിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ, ആളുകളുടെ ഇടയിൽ പ്രോസ്പെരിറ്റി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വസ്തുക്കൾക്ക് ആവശ്യം അവിടെ കൂടുതലാണ്. ആളുകളുടെ കയ്യിൽ പണം വന്നപ്പോൾ ആളുകൾക്ക് അതും ആവശ്യമാണ്. അപ്പം അങ്ങനെ ഡിമാൻഡും അവിടെ കൂടുതലാണ്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമൻ ടർക്സ് എല്ലാം വന്ന് അവിടെയുള്ള അല്ലെങ്കിൽ ലാൻഡ് റൂട്ടിൽ അറബ്സ് വന്ന് അങ്ങനെയായിട്ട് റൂട്ടുകളല്ല, അതുവരെ ട്രേഡ് ചെയ്തിരുന്ന റൂട്ടുകൾ അവൈലബിൾ അല്ലാത്തൊരവസ്ഥ. എന്നാൽ ആളുകൾക്ക് സാധനങ്ങൾ ആവശ്യമാണ്, ട്രേഡ് നടത്തിയേ പറ്റൂ. പ്ലസ് യൂറോപ്പിലാണെങ്കിൽ അന്ന് ഒരുപാട് മാറ്റങ്ങൾ സയൻറ്റിഫിക്കായിട്ടും റിനൈസൻസും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, ആളുകൾ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വഞ്ചേഴ്സിന് വേണ്ടിയിട്ട് എല്ലാം റെഡി ആവുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എന്താണ്, യൂറോപ്പ് കൂടുതൽ ഒരു ട്രേഡ് റൂട്ട്, സീ റൂട്ട് വഴി തന്നെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ മുന്നിട്ടിറങ്ങുവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജാക്കന്മാരും ഇത്തരത്തിലുള്ള ഷിപ്പ് ഇൻഡസ്ട്രിയൊക്കെ അവിടെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സീ റൂട്ട് വഴി പല സ്ഥലങ്ങളും കണ്ടുപിടിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പെയിനിൽ നിന്ന് 1492 കൊളംബസ്, നമുക്കറിയുന്ന കാര്യമാണ്, കൊളംബസ് ഫ്രം സ്പെയിൻ ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊളംബസ് ഒരു സീ റൂട്ട് വഴി പോകുന്നുണ്ട്. പിന്നീട് എന്താണ്, കൊളംബസ് അമേരിക്കയാണ് അല്ലേ കണ്ടെത്തിയത്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അവിടെയാണ് എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ കൊളംബസ് സ്പെയിനിൽ 1492 പുറപ്പെട്ടു. അങ്ങനെ പലരും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൊളംബസിൻ്റെ ശ്രമമാണ് നമുക്കറിയുന്നൊരു ശ്രമം, കുറച്ചുകൂടെ പോപ്പുലറായിട്ട് പിന്നീട് അമേരിക്കയിലാണ് എത്തിച്ചേർന്നതെന്നുള്ളൊരു കാര്യം. ദെൻ അതിനൊക്കെ ശേഷം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിലേക്ക് എത്താൻ സാധിച്ചത് ആർക്കാണ്? 1498 വാസ്കോഡ ഗാമയ്ക്കാണ്. പോർച്ചുഗലിൽ നിന്നുള്ള വാസ്കോഡ ഗാമയാണ് അങ്ങനെ ഒരു പുതിയൊരു ട്രേഡ് റൂട്ട്, ഇന്ത്യയിലേക്കുള്ള ഒരു പുതിയൊരു ട്രേഡ് റൂട്ട് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം കാലിക്കറ്റിൽ എത്തി. കേരളത്തിലാണ്, നമുക്കറിയാം കാപ്പാടാണ് അല്ലേ. അങ്ങനെ 1498 അദ്ദേഹം കാപ്പാട് എത്തുന്നു. സോ അദ്ദേഹമാണ് ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ വയ ഒരു സീ റൂട്ടിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ് 1498. അപ്പോൾ ഇതാണ് ആ ഒരു ആകെക്കൂടി എങ്ങനെയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെയാണ് സംഭവിച്ചത്. ആ ഒരു റൂട്ട് കണ്ടെത്തുക, സീ റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു അനന്തരഫലമാണ്. ആ സീ റൂട്ട് കണ്ടെത്താൻ അവിടെ യൂറോപ്പിലാണെങ്കിൽ ഇന്ത്യ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലാൻഡ് റൂട്ട് അവർക്ക് മിസ്സാവുന്നു. ഓട്ടോമൻ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ഫോളിന് ശേഷം അവിടെയും എല്ലാ തരത്തിലും ഒരു റൂട്ടും ലഭിക്കാത്തൊരു സാഹചര്യം വരുന്നു. യൂറോപ്പിലാണെങ്കിൽ ആളുകൾക്ക് പ്രോസ്പെരിറ്റിയാണ്, സാധനങ്ങളുടെ ഡിമാൻഡുണ്ട്. പിന്നെ അവിടെ ഒരു റിനൈസൻസിൻ്റെതായിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. ആളുകൾ അഡ്വഞ്ചറസ് കാര്യങ്ങൾക്കും എല്ലാം കണ്ടെത്തലുകൾക്കെല്ലാം പുറകെയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സീ റൂട്ട് കണ്ടെത്താനൊക്കെ ശ്രമം നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതിൽ വിൻ ചെയ്തത് പോർച്ചുഗീസ് എന്നുള്ള വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കും. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ രാജ്യത്തേക്കുള്ള യൂറോപ്യൻ ശക്തികളുടെ അഡ്വെന്റ് ഓഫ് ദ യൂറോപ്യൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കേരളത്തിലാണ് ആദ്യമായിട്ട് വന്നത്. ഫസ്റ്റ് യൂറോപ്യൻ നമുക്ക് വന്നത് ആരായിരുന്നു? വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യം കോളനീസ് അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കോളനീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് പോർച്ചുഗീസാണ്. പിന്നീട് ഡച്ച്, ദെൻ ഇംഗ്ലീഷ്, ഡെയിൻസ് ആൻഡ് ദ ഫ്രഞ്ച്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡെയിൻസ് ആൻഡ് ദ ഫ്രഞ്ച്. അപ്പം അത്രയാണ് അതിൻ്റെ. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ശക്തികളെല്ലാം നമ്മുടെ രാജ്യത്ത് കോളനികൾ ഉണ്ടാക്കുകയും ട്രേഡ് നടത്തുകയും അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കീഴടക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്.
യെസ്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് എത്തിയതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. സോ ഫസ്റ്റ് യൂറോപ്യൻ ശക്തി ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് ആയിട്ടാണ് പോർച്ചുഗൽ ഒരുപാട് ഷിപ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷിപ്സ് ഒക്കെ നിർമ്മിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ ഈ ഒരു മാരിടൈം നാവിഗേഷനൊക്കെ പോസിബിളായി. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ ഇവിടെ എത്തിച്ചേർന്നത്. ദെൻ ഞാൻ പറഞ്ഞു ദ ഫസ്റ്റ് പോർച്ചുഗീസ് മിഷൻ, അത് അദ്ദേഹം വാസ്കോ ഡ ഗാമ ലീഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് മിഷൻ. അദ്ദേഹം അങ്ങനെ കാലിക്കറ്റിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയൊക്കെയാണ് അദ്ദേഹം എത്തിയത്. 1498 മെയ്യിലാണ് അങ്ങനെ അദ്ദേഹത്തിന് കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് അവർ തുടക്കം എന്ന് ഞാൻ പറഞ്ഞു. ദെൻ സ്പെയിനിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം, 1500 പോർച്ചുഗീസ് സെക്കൻഡ് മിഷൻ സെൻഡ് ചെയ്തു. സെക്കൻഡ് മിഷൻ അത് പെഡ്രോ അൽവാരസ് കാബ്രൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പോർച്ചുഗീസുകാർ സെൻഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് മിഷൻ അതായിരുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ അപ്പോൾ അങ്ങനെ 2 മിഷൻ. അപ്പോൾ ആദ്യത്തെ മിഷൻ തന്നെ സക്സസ്ഫുൾ ആയി. രണ്ടാമത്തെ മിഷൻ ഞാൻ പറഞ്ഞ പോലെ 1500 ഉണ്ടായിരുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാരാണ് ആദ്യത്തെ ഫസ്റ്റ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനി ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ട്രേഡ് പോസ്റ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അതോർത്ത് വയ്ക്കും. ദെൻ പോർച്ചുഗീസുകാർ എവിടെയൊക്കെയാണ് സെറ്റിൽമെൻറ്റ്സ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ, ഗോവ, ദാമൻ ആൻഡ് ദിയു, സൽസെറ്റെ, ബെസൈൻ ആൻഡ് ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം കാർട്ടാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അവർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് കാർട്ടാസ് സിസ്റ്റം. അതൊരു നേവൽ ട്രേഡ് ലൈസൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ലൈസൻസ് അല്ലെങ്കിൽ പാസ് ഇഷ്യൂ ചെയ്യാണ്. അതായത് പോർച്ചുഗീസുകാർ അവർ ഭയങ്കര നേവൽ പവർ ആയിരുന്നു അല്ലേ. അപ്പോൾ അവർ ഇന്ത്യൻ ഓഷ്യനിൽ പോർച്ചുഗീസ് 16th സെഞ്ച്വറി സമയത്ത് അവരുടെ അവിടെ അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു പാസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരുന്നു. അതാണ് ഈ ഒരു കാർട്ടാ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് അവിടെ ഒരു മോണോപ്പൊളി ഇന്ത്യൻ ഓഷ്യനിൽ അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കാർട്ടാ സിസ്റ്റം. അതൊരു നേവൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. പ്ലസ് അതൊരു ഇന്ത്യൻ ഓഷ്യനിൽ ഇവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് അതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. ദെൻ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ടൊബാക്കോ കൾട്ടിവേഷൻ, ഷിപ്പ് മേക്കിംഗ്. കാലിക്കറ്റും ഗുജറാത്തൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഷിപ്പ് മേക്കിംഗ് സ്ഥലങ്ങളുണ്ടായിരുന്നു. ദെൻ പ്രിൻറ്റിംഗ് പ്രസ് ഉപയോഗിക്കാൻ തുടങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വന്ന് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. അതുപോലെ ഗോത്തിക് ആർക്കിടെക്ചർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും എങ്ങനെയാണ് ഈ ഒരു പോർച്ചുഗീസുകാരിൽ നിന്നാണ് ഈ ഒരു ഇൻഫ്ലുവൻസും വന്നത്. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. ദെൻ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോർച്ചുഗീസ് പേഴ്സണാലിറ്റീസ്, ഒന്ന് ഫ്രാൻസിസ്കോ ഡി അൽമേഡ, അതുപോലെ അൽഫോൺസോ ഡി അൽബക്വെർക്കോ എന്ന് പറയുന്ന 2 പേഴ്സണാലിറ്റീസ് ആണ്. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹമായിരുന്നു. അതുപോലെ അദ്ദേഹമാണ് ഒരു 4 പോർട്ട്സ് സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിൽ 4 പോർട്ട്സ്, ഒരു പോർച്ചുഗീസ് കൺട്രോൾ, ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഓഷ്യനിൽ അവരുടെ കൺട്രോൾ ഉണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പോർട്ട്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ് ആദ്യത്തെ ഒരു പോർച്ചുഗീസ് വൈസ്രോയി എന്നൊക്കെ പറയാം. യെസ്, ആ ഒരു രീതിയിൽ അത് ഓർത്ത് വയ്ക്കുക, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ദെൻ അദ്ദേഹത്തിൻ്റെ ബ്ലൂ വാട്ടർ പോളിസി അതൊന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ബ്ലൂ വാട്ടർ പോളിസി ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു ഫ്രാൻസിസ്കോ ഡി അൽമേഡ അദ്ദേഹം ഒരു ടെറിട്ടോറിയൽ എംപയർ, ഇന്ത്യയിൽ ഒരു ടെറിട്ടോറിയൽ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിനേക്കാൾ
അദ്ദേഹം ഒരു സീ ലെവലിൽ സീയിൽ ഒരു സുപ്രീമസി മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത് എന്നുള്ളത്. ഒരു കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, നമ്മളൊരു ഭരണവും ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നതിനേക്കാളൊക്കെ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ചെയ്യുക, കടലിൽ വലിയൊരു ആധിപത്യം, ഇന്ത്യൻ ഓഷ്യനിലൊക്കെ വലിയ ആധിപത്യം സ്ഥാപിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ ഈ ബ്ലൂ വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ബ്ലൂ വാട്ടർ പോളിസി എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. അതുപോലെ അൽഫോൺസോ ഡി അൽബക്വെർക്യു, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പേരും നമ്മൾ പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. സെക്കൻഡ് പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു. അദ്ദേഹമാണ് ആസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോർച്ചുഗീസ് പവറിൻ്റെ റിയൽ ഫൗണ്ടർ എന്നാണ് നമ്മൾ അദ്ദേഹം അറിയപ്പെടുന്നത്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അദ്ദേഹമാണ് ഹി ക്യാപ്ചേർഡ് ഗോവ ഫ്രം ദ റൂളർ ഓഫ് ബിജാപൂർ ഇൻ 1510. അദ്ദേഹമാണ് ഗോവ ക്യാപ്ചർ ചെയ്തു ബിജാപൂർ റൂളറിൽ നിന്ന്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു പോർച്ചുഗീസ് എക്സ്പാൻഷൻ ഈസ്റ്റ് ഏഷ്യയിൽ മൊത്തം എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ഈ ഒരു പോർച്ചുഗീസ് കോൺക്വസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട 2 പേരുകളാണിത്. അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ദെൻ പോർച്ചുഗീസുകാരുടെ ഒരു ഡിക്ലൈൻ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്, അതിൻ്റെ ആ ഒരു സാഹചര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. 18th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്കൊക്കെ ഈ ഒരു ഇന്ത്യൻ ട്രേഡിൽ പോർച്ചുഗീസിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം കുറഞ്ഞു വന്നിരുന്നു. അതിന് കുറച്ച് റീസൺസ് എന്ന് പറയുമ്പോൾ അവരുടെ റിലീജിയസ് ഇൻടോളറൻസ്, അവർ കുറച്ചും കൂടെ ക്രിസ്ത്യാനിറ്റി കൂടുതൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇസ്ലാമിനൊരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റിലീജിയസ് ഒരു ഇൻടോളറൻസ് ഉണ്ടായിരുന്നു. ദെൻ എക്സസസ് ലൈക്ക് സീ പൈറേറ്റ്സ്, അവർ സീ പൈറേറ്റ്സ് ആയിട്ട് കടലിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ അവിടെ കടൽ കൊള്ളക്കാർ പോലെയൊക്കെ പെരുമാറുന്ന ഒരുപാട് പേര് അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഇഷ്യൂസ്, അതുപോലെ ഇപ്പോൾ ഫ്രാൻസിസ്കോ ഡി ആൽമേഡയും അതുപോലെ ആൽബക്വെർക്യു, ഈ 2 ആളുകൾക്ക് ശേഷം പിന്നീട് അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, ഒരു സക്സസേഴ്സ് ആയിട്ട് ഇവർക്ക് ശേഷം വന്ന ആളുകൾ. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിരുന്നു. ദെൻ വിജയനഗർ എംപയറിൻ്റെ ഡിക്ലൈൻ, ദെൻ സ്പെയിനുമായിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂസ്, ദെൻ പിന്നീട് അങ്ങോട്ട് ഇംഗ്ലീഷിൻ്റെ വരവും ഡച്ചിൻ്റെയും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഒരു വരവോടുകൂടി, ഇങ്ങനെയുള്ള ചില റീസൺസ് നമുക്ക് പ്രത്യേകിച്ചും ഈ ഒരു റീസൺസ് എടുത്ത് പറയും. ഇതൊക്കെയാണ് മെയിനായിട്ടും പോർച്ചുഗീസിൻ്റെ ഒരു ഡിക്ലൈനിൻ്റെ ഒരു റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ പോർച്ചുഗീസ് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻ പവേഴ്സിൽ ആദ്യം നമ്മളെ കീഴടക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് പവറാണ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, യെസ്, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, ഇനി അടുത്തതായിട്ട് നമുക്ക് ദ അറൈവൽ ഓഫ് ഡച്ചിൻ്റെ അറൈവൽ, അടുത്ത ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. സോ നമുക്ക് അത് നോക്കാം. ഇനി പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡച്ച് എന്ന് പറയുമ്പോൾ കോർണലിസ് ഡി ഹോട്ട്മാൻ, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഡച്ച് സിറ്റിസൺ ടു അറൈവ് ഇൻ ഇന്ത്യ. അതാണ് ഫസ്റ്റ് ഡച്ച് സിറ്റിസൺ അദ്ദേഹമായിരുന്നു. പോർച്ചുഗീസിന് വാസ്കോ ഡ ഗാമ, നമ്മൾ ഫസ്റ്റ് സിറ്റിസൺ ഫ്രം പോർച്ചുഗൽ അല്ലേ. അതുപോലെ ഡച്ചിൽ നിന്നും കോർണലിസ് ഡി ഹോട്ട്മാൻ, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഡച്ച് സിറ്റിസൺ ടു അറൈവ് ഇൻ ഇന്ത്യ. ദെൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ അത് 1602 ഫോം ആയത്. ഓക്കെ, സോ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ 1602. ദെൻ ഡച്ചുകാർക്ക് പോർച്ചുഗീസിനെ ഓവർ പവർ ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് അവർക്ക് അവരുടെ ഒരു കൺട്രോൾ ഇന്ത്യയിലുള്ള സ്പൈസ് കൾട്ടിവേഷനിലും എല്ലാം അതുവരെ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ പല ആധിപത്യവും ഇവർക്ക് പോർച്ചുഗീസിൻ്റെ കാര്യങ്ങളെ തോൽപ്പിച്ച് പല ഏരിയകളിലും പ്രത്യേകിച്ചും സ്പൈസ് കൾട്ടിവേഷനിലൊക്കെ ഡച്ചുകാർക്ക് ഒരു ആധിപത്യം സാധിച്ചു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദെൻ ഡച്ചുകാർ അവരുടെ ട്രേഡ് പോസ്റ്റ്സ് മെയിൻലി ഗുജറാത്ത്, ബംഗാൾ, ബീഹാർ, ഒറീസ ഇവിടെയൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്.
അതുപോലെ മറ്റൊരു കാര്യം, ഫസ്റ്റ് ഡച്ച് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് മസൂലിപട്ടണം ഇൻ 1605. 1605 ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്താണ് ഫസ്റ്റ് ഡച്ച് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ആയത്, ഓർത്തു വയ്ക്കുക. ദെൻ ഡച്ചുകാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറീസ് എന്ന് പറയുന്നത് പുലിക്കട്ടിൽ 1610, ദെൻ സൂറത്ത് 1616, കാസിം ബസാർ, പാട്ന, ബലാസോർ, നാഗപട്ടണം, കൊച്ചിൻ, നമ്മുടെ കൊച്ചിനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് മറ്റ് ഫാക്ടറീസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടറീസ് എവിടെയൊക്കെയാണ് ഡച്ചുകാരുടെ എന്നുള്ളതിൻ്റെ സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ദെൻ ബംഗാളിൽ ഡച്ച് ഫാക്ടറി, ഫസ്റ്റ് ഡച്ച് ഫാക്ടറി ഇൻ ബംഗാൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് പീപ്ലി എന്നുള്ള സ്ഥലത്തായിരുന്നു, 1627 അത് ഓർത്ത് വയ്ക്കുക. ദെൻ ഡച്ചുകാർ ട്രേഡ് ചെയ്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മെയിൻലി സ്പൈസസ്, ഇൻഡിഗോ, റോസ് സിൽക്ക്, റൈസ്, ഒപ്പിയം, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഡച്ചുകാർ ട്രേഡ് ചെയ്തിട്ടുള്ള സ്പൈസസും ബാക്കി കാര്യങ്ങളും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡച്ച് ട്രേഡേഴ്സ് ആണ് ഇന്ത്യയെ ഒരു സെൻറ്റർ ഓഫ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാക്കി മാറ്റിയത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു പവറായിരുന്നു അല്ലേ. നമ്മൾ ഒരു എന്താ പറയുക, എക്സ്പോർട്ട്, നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് നിന്ന്. അപ്പോൾ ടെക്സ്റ്റൈൽ പ്രത്യേകിച്ചും ബംഗാൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ ഇന്ത്യ ഒരു ഡച്ച് ട്രേഡേഴ്സ് ആണ് ഇന്ത്യ ഒരു ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാക്കി മാറ്റാൻ വലിയൊരു പങ്ക് വഹിച്ചത് ഡച്ചുകാർ വന്നു, ഡച്ച് ട്രേഡേഴ്സ് ആണു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഡച്ചുകാരുടെ മെയിൻ ആയിട്ടുള്ള സെൻറ്റർ എന്ന് പറയുന്നത് പുലിക്കട്ടായിരുന്നു 1616 മുതൽ. പിന്നീട് അത് നാഗപട്ടണമായിട്ട് മാറുക ചെയ്തത്. അപ്പോൾ അതൊരു ചേഞ്ച് വരികയാണ് ചെയ്തത്. ആദ്യം മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് പുലിക്കട്ടായിരുന്നു, പിന്നീട് അത് നാഗപട്ടണമായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, യെസ്. ദെൻ മറ്റൊരു കാര്യം, ഡച്ച് കമ്പനിയുടെ ട്രേഡിംഗ് സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ എ കാർട്ടൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടായിരുന്നു ഡച്ച് കമ്പനിയുടെ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും ഓർത്തു വയ്ക്കാം. ഇനി ഡച്ചുകാരെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഫാക്ട്, 1741 നമ്മുടെ ട്രാവൻകോർ കിങ് ആയിട്ടുള്ള മാർത്താണ്ഡവർമ്മ കൊളച്ചൽ യുദ്ധത്തിലാണ് അല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. കൊളച്ചൽ യുദ്ധത്തിലാണ് 1741 ഡിഫീറ്റ് ആയത്, ഈ ഒരു ഡിഫീറ്റ് ചെയ്തത് ഡച്ചുകാരെ. ഓക്കെ, യെസ്. ദെൻ 1759 അവരിതുപോലെ ബ്രിട്ടീഷ് ബാറ്റിൽ ഓഫ് ബെദാറ എന്നുള്ളൊരു ബാറ്റിലിൽ ബ്രിട്ടീഷുകാരുമായിട്ട് റോബർട്ട് ക്ലൈവ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു. അതിൽ ഇതുപോലെ തന്നെ ഡച്ചുകാർ തോറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാറും ആ ഒരു ഇയറും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, യെസ്. ഇനി ഡച്ചുകാരുടെ ഒരു ഡിക്ലൈനിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഒരു കുറഞ്ഞ് കൊണ്ടുവരുന്ന ഇക്കണോമിക് കണ്ടീഷൻ, പിന്നെ ഇക്കണോമിക്കലി അവർ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ദെൻ ഹൈ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ, അത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എല്ലാം ഹൈ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ വാസ് ദ ഒരു ഡിസെൻട്രലൈസ്ഡ് മെത്തേഡ് അല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു റീസൺ ആണ്. അതുപോലെ സ്പൈസ് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ വീക്കർ നേവി ആയിരുന്നു, പ്രത്യേകിച്ചും ബ്രിട്ടനേക്കാൾ വീക്കർ ആയിട്ടുള്ള നേവി ആയിരുന്നു ഇവരുടെ. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഡച്ചുകാരുടെ ഡിക്ലൈൻ്റെ റീസൺസ് ആണ്. ഓക്കെ, യെസ്. യെസ്, അടുത്തത് നമുക്ക് അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടൻ്റെ അറൈവലാണ് അടുത്തത്. അപ്പോൾ നമ്മൾ പോർച്ചുഗീസ് നോക്കി, അതുപോലെ ഡച്ചും നോക്കി. ഇനി അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. സോ ആക്ച്വലി 1599 ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ഒരു
ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ്, അവിടെയുള്ള ബ്രിട്ടനിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് ഒരു കമ്പനി, അതായത് ഇപ്പോൾ പൊതുവെ ഇത്തരത്തിൽ പല, ഇപ്പോൾ ഡച്ച് വരുന്നു, പോർച്ചുഗീസും പോർച്ചുഗലും ഡച്ചും ഒക്കെ ഇന്ത്യയിലേക്കൊക്കെ വന്നു, അങ്ങനെയുള്ള അവരൊക്കെ ട്രേഡ് നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം യൂറോപ്പിൽ ഡിസ്കഷൻ ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ, ബ്രിട്ടനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ് 1599 ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. സോ ഈ ഒരു ഇതുപോലെ തന്നെ ട്രേഡ് നടത്താൻ, ഈ മറ്റ് യൂറോപ്യൻ ശക്തികൾ ചെയ്യുന്ന പോലെ തന്നെ അവരും ഒരു ട്രേഡ് നടത്താൻ വേണ്ടി ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് അവരതിനെ നെയിം ഗവർണർ ഓഫ് കമ്പനി ഓഫ് മെർച്ചൻസ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു പേര് നൽകിക്കൊണ്ട് 1599 ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കമ്പനി അങ്ങനെ 1599 എസ്റ്റാബ്ലിഷ് ആയതിനൊക്കെ ശേഷം ഈ ഒരു കമ്പനിക്ക് റോയൽ ചാർട്ടർ ലഭിക്കുകയാണ് 1600 ബൈ ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. സോ 31 ഡിസംബർ 1600 അന്നത്തെ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഒരു റോയൽ ചാർട്ടർ ഈ കമ്പനിക്ക് കൊടുക്കുമായിരുന്നു. സോ ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് ഈ ഒരു കമ്പനിക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് കമ്പനി അവർക്കൊരു 15 ഇയേഴ്സിന് വേണ്ടിയിട്ട്, അടുത്ത 15 ഇയേഴ്സ് അവർക്ക് മാത്രം ട്രേഡ് ചെയ്യാം ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് എന്നുള്ള രീതിയിൽ ഒരു റോയൽ ചാർട്ടർ കൊടുക്കുവാണ് 1600. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അങ്ങനെ അതാണ് 1600 അങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എംപറർ, പിന്നീട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഓരോ ടൈം ലൈനായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്രിട്ടീഷ് എംപറർ ജെയിംസ് ഫസ്റ്റ് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ അന്ന് ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് 1608 അയക്കുന്നു. എന്തിനാണ്? ട്രേഡിംഗ് പോസ്റ്റുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പെർമിഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എംപറർ ആയിരുന്ന ജെയിംസ് ഫസ്റ്റ് ഒരു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെയാണ് ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത് 1608. എന്തിനാണ്? ട്രേഡിംഗ് പോസ്റ്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. സോ അതോടുകൂടെ അദ്ദേഹമാണ് ഫസ്റ്റ് ബ്രിട്ടീഷ് ടു എൻറ്റർ ഇൻ ടു ഇന്ത്യ. ഒരു സീ റൂട്ടിലൂടെ വരുന്ന ആളായിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ജഹാംഗീറിന്റെ കോർട്ടിലെത്തുന്നു. സോ ഇനീഷ്യലി ഈ ഒരു പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ട്രേഡിംഗ് പോസ്റ്റുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എംപറർ ജഹാംഗീർ റെഡി ആയിരുന്നില്ല. അവിടുത്തെ ലോക്കൽ ട്രേഡേഴ്സിൻ്റെ ഒപ്പോസ് ചെയ്തു. സൂറത്തിലുള്ള ഗുജറാത്ത് അവിടെ ആയിരുന്നില്ല, അപ്പം അവിടുത്തെ ലോക്കൽ ട്രേഡേഴ്സ് ഒപ്പോസ് ചെയ്തു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, അപ്പോൾ അവരുടെ ഒപ്പോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം കുറച്ച് അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ഈ ഒരു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മിഡിൽട്ടൺ 1611 അദ്ദേഹം പോർച്ചുഗീസ് നേവിയെ ഡിഫീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വരെ പോർച്ചുഗീസുകാരുടെ എതിർപ്പും ലോക്കൽ ട്രേഡേഴ്സിൻ്റെ എതിർപ്പും അങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളും സപ്പോർട്ട് ചെയ്യാതെ നിന്നിരുന്ന അദ്ദേഹം ഈ ഒരു പോർച്ചുഗീസ് നേവിയെ ക്യാപ്റ്റൻ മിഡിൽട്ടന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാർ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ 1611 അദ്ദേഹം ആ ഒരു കാര്യം കണ്ടതിന് ശേഷം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആ ഒരു ട്രേഡ് പോസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ അതിനുശേഷം മുഗൾ എംപറർ ഒരു ഇമ്പീരിയൽ ഫർമാൻ കൊടുക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ ഫാക്ടറി സൂറത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തോളാൻ പറഞ്ഞു. അതിന് 1613 എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു, ഫർമാനൊക്കെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 1613. ദെൻ പക്ഷെ അപ്പോഴും ബ്രിട്ടീഷുകാർ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇതിൽ. അപ്പോൾ അവർ വീണ്ടും മറ്റൊരു മിഷൻ സെൻഡ് ചെയ്യുകയാണ്. ആ ഒരു മിഷൻ സെൻഡ് ചെയ്തത് അണ്ടർ സർ തോമസ് റോ 1615 ടു പ്ലീഡ് ഫോർ കുറച്ചും കൂടെ കൂടുതൽ കൺസെഷൻസ് ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ. അതിന് വേണ്ടിയിട്ട് 1615 ബ്രിട്ടീഷുകാർ വീണ്ടും ഒരു അനദർ മിഷൻ സെൻഡ് ചെയ്യുന്നു. സോ ആ സമയത്ത് ജഹാംഗീർ ഫാക്ടറീസ് എവിടെ വേണമെങ്കിലും, അപ്പം അന്ന് ആദ്യം പറഞ്ഞ പോലെ സൂറത്തിൽ മാത്രമല്ല, വീണ്ടും അടുത്തൊരു മിഷൻ സെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം എവിടെ വേണമെങ്കിലും മുഗൾ എംപയറിൻ്റെ ഏത് പാർട്ടിൽ വേണമെങ്കിലും ഒരു ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആഗ്രയിൽ, അഹമ്മദാബാദിൽ, ഭറൂച്ചിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തുടക്ക സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ?
നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സദേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സദേൺ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഫസ്റ്റ് ഫാക്ടറി മുഗൾ എംപയറിന്റെ പുറത്തായിട്ടാണ് വരിക അല്ലേ. അത് ആദ്യമായിട്ട് അവർ ഫസ്റ്റ് ഫാക്ടറി ഔട്ട്സൈഡ് മുഗൾ എംപയർ സദേൺ ഇന്ത്യയിൽ, ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് മുഗൾ എംപയറിൽ ആദ്യത്തെ ഫാക്ടറി ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് 1611 മസൂലി പട്ടണത്തിലാണ്. ദെൻ മദ്രാസിൽ 1639, ദെൻ ഹൂഗ്ലി 1651. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 1611 മസൂലി പട്ടണം, ദെൻ പിന്നീട് അവരങ്ങോട്ട് മദ്രാസിൽ 1639 ആൻഡ് ഹൂഗ്ലി 1651. ഓക്കെ, ദെൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് പോവുക. സൗത്തിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ദ ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബലാസോർ ഇൻ ഒഡീഷ. 1633 ഒഡീഷയിൽ ബലാസോറിലൊരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ 1691 കമ്പനിക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്രിവിലേജ് കിട്ടുകയാണ്. അതായത് ബംഗാളിൽ നിന്നും ട്രേഡ് ക്യാരി ഔട്ട് ചെയ്യാം, ഒരു കസ്റ്റം ഡ്യൂട്ടി ഒന്നും വേണ്ട എന്നുള്ള രീതിയിലൊരു ഒരു പ്രിവിലേജ് കിട്ടുകയാണ്. ഈ ഒരു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം, ഇതൊക്കെ പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ദെൻ 1698 ഉണ്ടായൊരു കാര്യം, സുബേദാർ ഓഫ് ബംഗാൾ അസീം ഉഷ് ഷാൻ അദ്ദേഹം ജമീന്ദാരി റൈറ്റ്സ് സുൽത്താനുത്തി, കലിക്കട്ട ആൻഡ് ഗോബിന്ദ്പൂർ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലെ ജമീന്ദാർ റൈറ്റ്സ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതൊക്കെ ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. ബ്രിട്ടീഷുകാർ ഇവിടെ എത്തി പെർമനൻ്റ് ആവുന്ന ആ ഒരു സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കോൺക്വർ ചെയ്യുന്നതിൻ്റെ ഓരോരോ പ്രധാനപ്പെട്ട ഓരോ സ്റ്റേജസ് ആണ് ഇതൊക്കെ. ഓക്കെ, അവിടെ അതായത് സുൽത്താനുത്തി ആൻഡ് കാലിക്കട്ട, നമ്മൾ ഇന്ന് പറയുന്ന കൽക്കട്ട എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പേര്, കാലിക്കട്ട ആൻഡ് ഗോബിന്ദ്പൂർ, ഇവിടെയുള്ള ഈ 3 സ്ഥലങ്ങളുടെയും ജമീന്ദാരി റൈറ്റ്സ് ആണ് കൊടുത്തത്. സോ അതിനുശേഷം അവരവിടെ ഒരു കൽക്കട്ട എന്ന് പറയുന്ന ഒരു മോഡേൺ ടൗൺ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതുപോലെ ഫോർട്ട് സെയിൻറ്റ് വില്യംസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഒരു ഫോർട്ടാണ് അല്ലേ, ഫോർട്ട് സെയിൻറ്റ് വില്യംസ്. ദെൻ പിന്നീട് 1662 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു സമയത്ത് അതായത് ഇവിടെ 1698 ഇത് സംഭവിച്ചത്. ഇനി നമ്മൾ 1662 പോർച്ചുഗീസ് ബോംബെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നു. കിങ് ചാൾസിന് അതൊരു ആസ് എ ഡൗറി എന്നുള്ള രീതിയിലാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു അവിടെ ഒരു വെഡ്ഡിങ് നടന്നതിൻ്റെ ഇടയിൽ പോർച്ചുഗീസ് ആൻഡ് ബ്രിട്ടീഷ് ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കിങ് ചാൾസിന് ബോംബെ പോർച്ചുഗീസിൽ നിന്നും കിട്ടിയിരുന്നു. അപ്പോൾ അതും അവരുടെ കയ്യിലാവാണ്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ ചാൾസിന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ലീസിന് കിങ് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ഈ ഒരു ബോംബെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും അവരുടെ കയ്യിലേക്ക് വരുവാണ്. പിന്നെ മറ്റൊരു കാര്യം 1639 അതായത് 1639 ദ കിങ് ഓഫ് ചന്ദ്രഗിരി അദ്ദേഹം കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു പ്ലേസ് കൊടുക്കുവാണ്, അവരുടെ ഫാക്ടറി നിയർ മദ്രാസ്. ഓക്കെ, അപ്പം അങ്ങനെ സെയിൻറ്റ് ജോർജ് ഫോർട്ട് അവിടെ ബ്രിട്ടീഷുകാർ കമ്പനി അവിടെ ഒരു ഫോർട്ട് സെയിൻറ്റ് ജോർജ് ഫോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ 1717 ആകുമ്പോൾ അന്നത്തെ മുഗൾ എംപറർ ഫറൂഖ് ഷിയാർ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പ്രിവിലേജസ് കൊടുത്ത പ്രിവിലേജസ് കൺഫേം ചെയ്തു. അതുകൂടാതെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, ന്യൂ പ്രിവിലേജസ് ഇൻക്ലൂഡിങ് ഈ ഒരു ട്രേഡ് ഫ്രം ബംഗാൾ വിത്തൗട്ട് പേയിങ് ടാക്സ് എന്നുള്ള രീതിയിൽ, ഒരു ടാക്സ് പേ ചെയ്യാതെയുള്ള രീതിയിലുള്ള ഒരു ട്രേഡ് ഫ്രം ബംഗാൾ കൂടെ ചെയ്യാം എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഫറൂഖ് സിയാർ 1717 അനുവദിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. ദെൻ ഈ ഒരു പ്രിവിലേജസിനൊക്കെ കൂടി നമ്മൾ ദ മാഗ്ന കാർട്ട ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി ഇവിടെ അവരുടെ ഫാക്ടറീസും ഒക്കെ സ്ഥാപിച്ച് അവരൊന്ന് സ്റ്റേബിൾ ആവാൻ, ഇന്ത്യയെ കോൺക്വസ്റ്റ് ചെയ്യാനുള്ളൊരു തുടക്കം അല്ലേ, അത് അവർ കോൺക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ കീഴടക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഒരു അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും നോക്കി, ബ്രിട്ടീഷുകാരുടെയും നോക്കി. യെസ്, ഇനി ഡെയിൻസിൻ്റെ അറൈവൽ ഓഫ് ഡെയിൻസ് ഇൻ ഇന്ത്യ.
ഡെയിൻസ് ഒരു ഡാനിഷ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഫ്രം ഡെൻമാർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് വർഷങ്ങൾ അവരുടെ ഒരു കൊളോണിയൽ ഒരു പൊസഷൻസ് ഇന്ത്യയിൽ ഒരു 225 years ഒക്കെ ഡെൻമാർക്കിനുണ്ടായിരുന്നു, ചെറിയ പൊസഷൻസ് ഒക്കെ. അവരുടെ കോളനീസ് എന്ന് പറയുമ്പോൾ ടൗൺസ് ഓഫ് ട്രാൻക്വബാർ തമിഴ്നാട്ടിൽ, സെരാംപോർ ബംഗാളിൽ, നിക്കോബർ ഐലൻഡ്സ്, അതുപോലെ സെരാംപോർ ആയിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിൽ. അതുപോലെ അൾട്ടിമേറ്റ്ലി ഈ ഒരു ഡെയിൻസ് അവർക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റില്ല, അവരെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നീട് അവരുടെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ബ്രിട്ടനൊക്കെ സെല്ല് ചെയ്യാണ് ചെയ്തത് 1845. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡെയിൻസിൻ്റെ ചെറിയൊരു കാര്യമുള്ള അവരുടെ ഒരു അറൈവലും അവരുടെ ഒരു ചെറുതായ രീതിയിലൊരു സെറ്റിൽമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു, പിന്നീട് അവർ പോവുകയാണ് ചെയ്തത്. അതാണ് ഡെയിൻസുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അവരും ഒരു യൂറോപ്യൻ ശക്തിയാണ്, നമ്മളത് ചെറുതാണെങ്കിൽ അത് മറന്നു പോയത്. ഓക്കെ. യെസ്, ഇനി നമുക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് എത്തിയിട്ടുള്ള യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. ഓക്കെ, സോ അറൈവൽ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ, അടുത്തതായിട്ട് നമുക്കത് നോക്കാം. സോ യൂറോപ്യൻ കമ്പനീസ് നമ്മൾ പറഞ്ഞു, ഡച്ച്, പോർച്ചുഗീസ്, ദെൻ ഇംഗ്ലണ്ട്, ബ്രിട്ടനിൽ നിന്നുള്ള കമ്പനി നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് ഡെയിൻസ് ഒരു ചെറിയൊരു ഭാഗം അവരും സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തിയ കാര്യം നമ്മൾ നോക്കി. അതെല്ലാം കഴിഞ്ഞ് ഇനി ഫ്രഞ്ച്, അറൈവൽ ഓഫ് ഫ്രഞ്ച് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ഈ പറഞ്ഞ കമ്പനീസ്, യൂറോപ്യൻ കമ്പനീസിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഫ്രഞ്ച് വന്നത്. ഫ്രഞ്ച് അറൈവൽ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു, അത് ഓർത്ത് വയ്ക്കുക. ദെൻ ആക്ച്വലി ഇൻ 1664 അതായത് ഫ്രാൻസിൽ ലൂയിസ് 14 ഒരു ഭരണ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിരുന്ന കോൾബർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്സിലൊക്കെയാണ് ഒരു ഫ്രഞ്ച് ട്രേഡിംഗ് കമ്പനിയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ്. അപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞു, ഈ ഒരു ലൂയിസ് 14 സമയത്ത് അവിടുത്തെ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണിത് അല്ലേ. സോ അത് മാനേജ് ചെയ്യുന്നതും ഫണ്ട് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരു ഫ്രഞ്ച് കമ്പനി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം കൺട്രോൾ ചെയ്തതും എല്ലാം ഗവൺമെൻറ് ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. ഇനി ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സൂറത്ത് in 1667 by Francois Caron. Okay, അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സൂറത്ത് ഇൻ 1667. ഫ്രാൻകോയിസ് കാരൺ ആണ്, ബൈ ഫ്രാൻകോയിസ് കാരൺ. ദെൻ അത് ഫോളോ ചെയ്ത് പിന്നീട് മസൂലിപട്ടണം, എല്ലാ കമ്പനീസും മസൂലിപട്ടണത്ത് ഉണ്ടല്ലേ, മസൂലിപട്ടണം ബൈ മർഖാര ഇൻ 1669. ഓക്കെ, സോ അതും ഓർത്ത് വയ്ക്കാം. ദെൻ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് പോണ്ടിച്ചേരി അല്ലേ, പുതുച്ചേരി എന്ന് പറയുന്നത്, ഇപ്പോൾ പുതുച്ചേരി. സോ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി വാസ് ലെഡ് ബൈ മാർട്ടിൻ, അദ്ദേഹമായിരുന്നു 1673. അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് പോസ്റ്റ് അറ്റ് ചന്ദ്രനഗർ എസ്റ്റാബ്ലിഷ് ആയി. ഒരു അവിടുത്തെ നവാബ് ഓഫ് ബംഗാൾ ഷൈസ്ത ഖാൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് അങ്ങനെ ചന്ദ്രനഗറിൽ ഒരു ട്രേഡിംഗ് പോസ്റ്റ്. ദെൻ നമ്മൾ ഫ്രഞ്ച് പവറിന് ആക്ച്വലി ഒരു 1706 to 1720 വരെയുള്ള സമയത്ത് അതിനൊരു ഡിക്ലൈൻ ചെയ്യാണ് ഫ്രഞ്ച് പവർ, ഒരു ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്.
Then this led to the reconstitution of French East India Company. 1720 ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാവുകയാണ് ഒരു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അതുപോലെ തന്നെ ദ ഫ്രഞ്ച് പവർ ഇൻ ഇന്ത്യ വാസ് റിവൈവ്ഡ് അണ്ടർ ഗവർണേഴ്സ് ലെനോയർ ആൻഡ് ദമാസ് ബിറ്റ്വീൻ 1720 to 1742. അപ്പോൾ ഒരു ഫ്രഞ്ച് ഒരു കോൺക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രഞ്ച് കമ്പനീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പവർ ഡിക്ലൈൻ ചെയ്തു 1706 to 1720 എന്നുള്ള സമയത്ത്. പിന്നീട് അത് വീണ്ടും അവർക്ക് പവറിലെത്തി വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നടക്കുന്നുണ്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും അവരെ പവറൊക്കെ റിവൈവ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഫ്രഞ്ച് ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് മാഹി ഇൻ മലബാർ. നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ദേ ഒക്യുപ്പൈഡ് മാഹി ഇൻ മലബാർ, ഏനം ഇൻ കോറോമണ്ടൽ, ദെൻ കരിക്കൽ ഇൻ തമിഴ്നാട് 1739. യാനം എന്ന് പറയുമ്പോൾ അത് 1725 മാഹി ആണെങ്കിലും യാനം ആണെങ്കിലും. ദെൻ മറ്റൊരു കാര്യം, ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഗവർണർ, അദ്ദേഹത്തിൻ്റെ അറൈവൽ ഇൻ ഇന്ത്യ ഇൻ 1742. അതിനുശേഷം അതൊരു ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഈസ് കർണാട്ടിക് വാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൻ്റെ അറൈവലിന് ശേഷമാണ് ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, അതായത് കർണാട്ടിക് വാർസ് ഉണ്ടാവുന്നത്. ദെൻ അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ ആ ഒരു കർണാട്ടിക് വാർസിൻ്റെ അവസാനമായിട്ടാണ് ഫ്രഞ്ച് ഡിഫീറ്റ്, ഇന്ത്യയിൽ ഫ്രഞ്ച് ഡിഫീറ്റഡ് ആയി പോകുന്നത്. സോ ആക്ച്വലി ഒരു ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ ഫോർ സുപ്രീമസി, അതായത് ഒരു ഇന്ത്യയിൽ നടന്ന കാര്യമല്ല, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ റിലേറ്റഡ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ 7 years വാർ, ഒരുപാട് ഇൻ്റർനാഷണൽ കാര്യങ്ങളുടെ ഒരു ബ്രിട്ടീഷ് ഫ്രഞ്ച് കോൺഫ്ലിക്റ്റിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് ഇവർ തമ്മിൽ ഉണ്ടാവുകയാണ്. അതായത് ഇന്ത്യക്ക് അകത്ത് വെച്ച് ഒരു ആംഗ്ലോ ഫ്രഞ്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഫലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് 3 കർണാട്ടിക് വാർസ് ഉണ്ട്. ഫസ്റ്റ് കർണാട്ടിക് വാർ 1740 to 48 വരെ, സെക്കൻഡ് കർണാട്ടിക് വാർ 1749 to 54, തേർഡ് കർണാട്ടിക് വാർ 1758 to 63 വരെ. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഈ കർണാട്ടിക് വാറുകൾ കഴിഞ്ഞോടുകൂടെ അതോടുകൂടെ ഫ്രഞ്ച് ഡിഫീറ്റ് ഇവിടെ നടക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, കർണാട്ടിക് വാർസിൻ്റെ ഇയേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. യെസ്, അപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കോൺക്വസ്റ്റ്, ബ്രിട്ടീഷ് കോൺക്വസ്റ്റ്, യൂറോപ്യൻ കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ് വന്നിട്ടുള്ള ശക്തികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ദെൻ ഡെയിൻസ്, ഫ്രഞ്ച്, എല്ലാവരെയും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. യെസ്, അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബ്രിട്ടീഷുകാർ വരുന്നതിനൊക്കെ മുമ്പ് ഈ ഒരു കോൺക്വസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ യൂറോപ്യൻസ് വരുന്ന സമയത്തൊക്കെ മെയിൻലി നമ്മൾ മുഗൾ ഒരു ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അല്ലേ ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ ഈവ് എന്ന് പറയുമ്പോൾ അത് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് 18th century മുതൽ തന്നെ മുഗൾസിൻ്റെ ഒരു പതനം തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 18th century മുതൽ. ദെൻ ഔറംഗസേബിൻ്റെ സമയം 1658 മുതൽ 1707 വരെ, ആ ഒരു സമയത്ത് തന്നെ അവിടെ നിന്ന് മുതൽ നമ്മൾ എന്താണ് മുഗൾ ഇറയുടെ ഒരു എൻഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് 18th century ആണുള്ളത്. അപ്പോൾ മുഗൾ ഇറയുടെ ഒരു എൻഡ് തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ഈവ് ഓഫ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്തിൻ്റെ പ്രത്യേകത മുഗൾ ഭരണം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. മുഗൾസിൻ്റെ മുമ്പിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചലഞ്ചസും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ബോർഡേഴ്സ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മുഗൾസിലെ ലേറ്റർ മുഗൾസ് അത്ര എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റേൺ ബോർഡേഴ്സിനെ നല്ല രീതിയിൽ അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നാദിർ ഷാ, പേർഷ്യൻ എംപയർ ആയിട്ടുള്ള നാദിർ ഷാ, അദ്ദേഹം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അഹമ്മദ് ഷാ അബ്ദാലി, നാദിർ ഷായുടെ സക്സസർ ആയിട്ടുള്ള വന്നിട്ടുള്ള അദ്ദേഹം ഡൽഹി ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അറ്റാക്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ലേറ്റർ മുഗൾസിൻ്റെ ഒരു കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ ആ ഒരു ഭാഗത്ത് മതിയായ സുരക്ഷ ഇല്ലാത്തത് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള
ഇത്തരത്തിലുള്ള ഒരുപാട് ശക്തികൾ വന്ന് നമ്മളെ കീഴടക്കുന്ന ഒരു സാഹചര്യം ആ ഒരു സമയത്തുണ്ട്. ഓക്കെ, മുഗൾസ് ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. അതുപോലെ വീക്ക് റൂളേഴ്സ് ആണ്. ഔറംഗസേബിന്റെ സമയത്തെ മുഗൾ എംപയർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് വരുന്ന ആളുകൾ, ഔറംഗസേബിന്റെ ടേം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇവിടെ ഒരു ഒരു സാഹചര്യം വളരെയധികം മുഗൾസിന്റെ ഒരു പതനം തുടങ്ങിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഔറംഗസേബിന് ശേഷം വന്നിട്ടുള്ള ആളുകളെല്ലാം വളരെ വീക്ക് റൂളേഴ്സ് ആണ്. അപ്പോൾ അതൊരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയായിരുന്നു മുഗൾസിന്. അപ്പോൾ നമ്മൾ ആ ഒരു റൂളേഴ്സിന് നോക്കുവാണെങ്കിൽ ബഹാദൂർ ഷാ ഫസ്റ്റ് 1709 to 1712 വരെ, ദെൻ ജഹന്തർ ഷാ 1712 to 1713 വരെ, ഫറൂഖ് സിയാർ 1713 to 1719 വരെ, റാഫിയുദ് ദറജത്ത് അദ്ദേഹം കുറച്ച് സമയം ഉണ്ടാവും, 1719 തന്നെ കുറച്ച് മാസങ്ങളായിരുന്നു. അതുപോലെ തന്നെ റാഫിയുദ് ദൗള അദ്ദേഹം കുറച്ച് മാസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും കുറച്ച് മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ഇയേഴ്സ് ഒക്കെയാണ് ഓരോ ഭരണാധികാരികളും വരുന്നത്. അത് തന്നെ എത്രത്തോളം സ്റ്റെബിലിറ്റി കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അതുപോലെ മുഹമ്മദ് ഷാ 1719 to 48, അഹമ്മദ് ഷാ 1748 to 1754, അലംഗീർ 2 1754 to 1758, ഷാജഹാൻ 3 1758 to 1759, ഷാ അലം 2 1759 to 1806, അക്ബർ 2 1806 to 37 വരെ, ബഹദൂർ ഷാ 2 1837 to 1857 വരെ. അപ്പം ഇവരൊക്കെ വീക്ക് ആയിട്ടുള്ള റൂളേഴ്സ്, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വളരെ കുറഞ്ഞ കാലയളവിലാണ് പല റൂളേഴ്സും കുറച്ച് മാസങ്ങൾക്ക് വരെ. അപ്പോൾ ഒരുപാട് പവറിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇന്റേണൽ സ്ട്രഗിൾസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ ഒരു ഈവിലുള്ള സാഹചര്യം. അതുപോലെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കാര്യം, ബഹദൂർ ഷാ ജഫർ അദ്ദേഹമായിരുന്നു ലാസ്റ്റ് മുഗൾ എംപറർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ ക്യാപ്ചർ ചെയ്യുന്നു. എന്നിട്ട് രംഗൂണിലാണ് അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം 1862 മരണപ്പെടുന്നത്. ദെൻ മുഗൾ എംപയർ എൻഡ് ആവുന്നത് നവംബർ 1, 1858 ക്വീൻ വിക്ടോറിയ ഒരു ഡിക്ലറേഷനൊക്കെ വന്ന് അവിടെ പവർ കൈമാറ്റം നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്കൊക്കെ മാറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ മുഗൾ എംപയർ അവിടെ എൻഡ് ആവാണ് നവംബർ 1, 1858. അതുപോലെ ബഹദൂർ ഷാ ജഫർ ആണ് ലാസ്റ്റ് മുഗൾ എംപറർ, അതും ഓർത്തു വയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം ആ ഒരു സമയത്ത് മുഗൾ എംപറേഴ്സുമായി ബന്ധപ്പെട്ട്, മുഗൾ എംപയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യം ഒരു ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഡിക്ലൈൻ ചെയ്യുന്ന അവസ്ഥയായിരുന്നു. വീക്ക് ആയിട്ടുള്ള ഇന്റേണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള സക്സസേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത്. ഫസ്റ്റ് ഹാഫ് ഓഫ് 18th സെഞ്ച്വറിയിലുള്ള മുഗൾ എംപറേഴ്സൊക്കെ അത്ര സ്ട്രോങ് ആയിരുന്നില്ല. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ആ ഒരു സൈഡിൽ നിന്നുള്ള എക്സ്റ്റേണൽ പവേഴ്സിൻ്റെ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള മുഗൾ എംപറേഴ്സിൻ്റെ ആ ഒരു എംപയറിൻ്റെ തന്നെ പതനം എന്ന് പറയുമ്പോൾ അന്നത്തെ ജമീന്ദാസ് എന്ന് പറയുന്ന ഷിഫ്റ്റിംഗ് അലിജിയൻസ് ഓഫ് ജമീന്ദാസ്, ജാഗിദാരി ക്രൈസിസ്, അതുപോലെ പരസ്പരമുള്ള ഈ ഒരു ഭരിക്കുന്ന ആളുകൾ പരസ്പരമുള്ള മ്യൂച്വൽ റൈവൽറി, ജലസി, അതുപോലെ പവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് പവറിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മുഗൾസിൽ വന്നിട്ടുള്ള ആളുകൾ തമ്മിൽ പരസ്പരം പവറിന് വേണ്ടിയിട്ടുള്ള വളരെയധികം വലിയൊരു പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മുഗൾ എംപയർ തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ രജപുത് സ്ട്രഗിൾ ഉണ്ടായിരുന്നു മുഗൾ എംപയറിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ മറാത്താസ് അവർക്കും പവർ വേണം എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കാരണമാണ് മുഗൾ എംപയർ തകർന്നത്. അപ്പം ബ്രിട്ടീഷ് കോൺക്വസ്റ്റിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് മുഗൾ എംപയർ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതുകൂടാതെ ആ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റൈസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ്. മുഗൾ എംപയർ ഒരു ഭാഗത്ത് തകർന്നു, അതിന് റീസൺസും മുഗൾ എംപയർ ഫേസ് ചെയ്ത ചലഞ്ചസും അതെല്ലാം നമ്മൾ നോക്കി. അതുപോലെ തന്നെ റീജിയണൽ സ്റ്റേറ്റ്സ് ഉയർത്ത് വരാൻ തുടങ്ങി. അതായത് റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ഉണ്ടായിരുന്നു: സക്സസർ സ്റ്റേറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ്, ന്യൂ സ്റ്റേറ്റ്സ്. സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മുഗൾ പ്രോവിൻസസ് that turned into states. മുഗൾ പ്രോവിൻസസ് ആയിരുന്നു, അത് പിന്നീട് സ്റ്റേറ്റ്സ് ആയി മാറി. അതായത് എംപയർ ഒക്കെ തകർന്നപ്പോൾ അതിൽ നിന്ന് മാറി സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ള സ്റ്റേറ്റ്സ്, അതായത് റീജിയണൽ സ്റ്റേറ്റ്സിൽ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ തരം സക്സസർ സ്റ്റേറ്റ്സ് ആണ്. സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മുഗൾ പ്രൊവിൻസിൽ ഉണ്ടായിരുന്നവർ മുഗൾ എംപയർ തകർന്നുകൊണ്ടിരുന്നപ്പോൾ അവർ ഒറ്റയ്ക്ക് റീജിയണൽ കിങ്ഡംസ് ആയിട്ട് മാറി, റീജിയണൽ സ്റ്റേറ്റ്സ് ആയി മാറിയവരാണ്.
അതിന് എക്സാമ്പിളാണ് അവധ്, ബംഗാൾ, ഹൈദരാബാദ്. അവധും ബംഗാളും ഹൈദരാബാദും. ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് ആയിരുന്നു. അത് അവർ മുഗൾ കൺട്രോൾ ഒക്കെ അതിന് ശേഷം അതൊക്കെ പോയതിനു ശേഷം ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കിങ്ഡംസ് ആണ്. അതിന് എക്സാമ്പിളാണ് കേരളവും രജപുത് സ്റ്റേറ്റ്സ്, മൈസൂരൊക്കെ. അതുപോലെ മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ന്യൂ സ്റ്റേറ്റ്സ് ആണ്, പുതിയ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് മുഗൾ എംപയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, റിബലായിട്ട് നിൽക്കുന്ന ആളുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. മറാത്ത, സിഖ്, ജാട്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ മുഗൾ എംപയർ തകർന്നു, പ്ലസ് ആ സമയത്ത് പലതരത്തിലുള്ള സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നവരും പുതിയ സ്റ്റേറ്റ് ആയിട്ട് മുഗളിൻ്റെ റിബലായി നിന്നിരുന്ന ആളുകൾ, ഇവരൊക്കെ റീജിയണലായിട്ട് ഇങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് സ്റ്റേറ്റുകൾ ഉദിക്കാൻ തുടങ്ങി, റീജിയണൽ പവേഴ്സ് വരാൻ തുടങ്ങി എന്നുള്ളതാണ് ആ സമയത്ത് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പം ഇത് രണ്ടുമായിരുന്നു ഒരു ഭരണപരമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. മുഗൾ എംപയർ തകരുന്നതും അതുപോലെ തന്നെ റീജിയണൽ സ്റ്റേറ്റ്സ് ഉദിച്ചു വരുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള റീജിയണൽ സ്റ്റേറ്റ്സ് ഉദിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഒരു ഭരണപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മൾ ഈ ബ്രിട്ടീഷ് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത് എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വരുമ്പോഴുള്ള ഭരണപരമായിട്ടുള്ള സാഹചര്യം രാജ്യത്തിൻ്റെ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ്, ആ ഒരു സമയത്ത് ഭരണപരമായ സാഹചര്യം, ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് സാഹചര്യം നമ്മൾ നോക്കി. ഈ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ആ സമയത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 18th സെഞ്ച്വറി ഇന്ത്യയിൽ ഇക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറലി ഒന്നും നമുക്ക് വലിയൊരു ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത സമയം തന്നെയായിരുന്നു. നമുക്ക് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, അതായത് വലിയൊരു ചേഞ്ച് ഇല്ല. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു അഗ്രികൾച്ചർ ടെക്നിക്കലി ബാക്ക്വേർഡ് ആയിരുന്നു. നമുക്ക് ആളുകളുടെ വർക്ക്, അതായത് നമുക്കറിയാം യൂറോപ്യൻസ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ യൂറോപ്പിലൊക്കെ അവിടെ വലിയ രീതിയിൽ ടെക്നോളജി ഒക്കെ അഡ്വാൻസ്ഡ് ആയ സമയത്താണ് അവർ ഷിപ്പ് പോലും ഉണ്ടാക്കി ഇങ്ങോട്ട് കോൺക്വർ ചെയ്യാനൊക്കെ വന്നത്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ പോലും ടെക്നോളജി ഉപയോഗിക്കാതെ ബാക്ക്വേർഡ് ആയിട്ട് പെസൻസിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് അഗ്രികൾച്ചറൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. ദെൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പേർഷ്യൻ ഗൾഫ് റീജിയൻസിൽ നിന്നും പേൾസ്, റോ സിൽക്ക്, വൂള്, ഡേറ്റ്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, റോസ് വാട്ടർ അങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അറേബ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു, ചൈനയിൽ നിന്ന്, ടിബറ്റിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു നമ്മൾ. അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽസ്, റോ സിൽക്ക്, സിൽക്ക് ഫാബ്രിക്സ്, ഹാർഡ്വെയർ, ഇൻഡിഗോ, സോൾട്ട് പീറ്റർ, ഒപ്പിയം, റൈസ്, വീറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ നമ്മുടെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ധാക്ക, മുർഷിദാബാദ്, പാട്ന എല്ലാം ഒരു ബംഗാളിൻ്റെ ആ ഒരു റീജിയനാണ് അല്ലേ. പിന്നെ സൂറത്ത്, അഹമ്മദാബാദ് ഗുജറാത്തിൻ്റെ ആ ഒരു റീജിയനിൽ, ദെൻ മസൂലിപട്ടണം, ലാഹോർ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാശ്മീർ നമ്മുടെ വൂളൻ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു കാശ്മീർ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റൈൽ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ ഷിപ്പ് ബിൽഡിങ്ങും നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര, ആന്ധ്ര, ബംഗാളൊക്കെ ഷിപ്പ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റിലും കൊല്ലത്തൊക്കെ ഷിപ്പ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുഞ്ഞാലി മരക്കാസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാലിക്കറ്റിൽ സാമോറിൻ യൂസ് ചെയ്തിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ ഷിപ്പ് ഇൻഡസ്ട്രി, ഷിപ്പ് ബിൽഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്കന്ന് ഉണ്ടായിരുന്നു. ഇനി എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹിന്ദു ആൻഡ് മുസ്ലിം എലിമെൻ്ററി സ്കൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാത്തശാലാസ് ഹിന്ദുസിൻ്റെയും മക്തബ്ന്ന് മുസ്ലിംസിൻ്റെയും എലിമെൻ്ററി സ്കൂൾസിനെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹയർ എഡ്യൂക്കേഷന് ചില സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ദെൻ സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ നമുക്ക് കാശി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ദെൻ മദ്രസ ഉണ്ടായിരുന്നു, ഹയർ ലേണിംഗ് ഫോർ പേർഷ്യൻ ആൻഡ് അറബിക്കിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ പേർഷ്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഫേമസ് സെൻറ്റർ ആയിരുന്നു അസീമാബാദ്, പാട്നയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സൊസൈറ്റൽ സെറ്റപ്പ്, സൊസൈറ്റി നോക്കുമ്പോൾ മെയിൻലി കാസ്റ്റും കുറേ സെക്റ്റുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു. പാട്രിയാർക്കിയൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു. ഫാമിലി സിസ്റ്റം ആയിരുന്നു. കാസ്റ്റ് ആയിരുന്നു മെയിനായിട്ട്. ഹിന്ദുസിൻ്റെ മെയിൻ ഒരു സോഷ്യൽ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഇത് ഷരീഫ് മുസ്ലിംസ്, നോബിൾസ്, സ്കോളേഴ്സ്, പ്രീസ്റ്റ്, ആർമി അഫയേഴ്സ് അങ്ങനെയൊക്കെയുള്ള
ഗ്രൂപ്പ് ഷരീഫ് മുസ്ലിംസും, എന്നാൽ ലോവർ ക്ലാസ് ആയിട്ടുള്ളവരെ അജ്ലഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ആ ഒരു രീതിയിലുള്ളൊരു ഒരു ഡിവിഷൻ മുസ്ലിംസിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു. സോ അതാണ് ഒരു സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പ്. ഇനി വിമൻ, പൊസിഷൻ ഓഫ് വിമൻ ഇൻ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ അപ്പർ ക്ലാസ് വിമൻ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്നു, ലോവർ ക്ലാസ് വിമൻ ആണ് ഫീൽഡുകളിലും വീടിന് പുറത്തൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ. ദെൻ പർദ്ദ, അതുപോലെ സതി, അതുപോലെ ചൈൽഡ് മാരേജ്, പോളിഗമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകളുടെ പ്രോഗ്രസ്സിനെ അതൊക്കെ തടഞ്ഞിരുന്നു. ദെൻ സ്ലേവറി ഉണ്ടായിരുന്നു, അതായത് ഇപ്പം രജപുത്ത്, ഖത്രീസ്, അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളൊക്കെ ഡൊമസ്റ്റിക് വീട്ടുജോലികൾക്കൊക്കെ വേണ്ടി സ്ലേവ്സ് ആയിട്ട് സ്ത്രീകളെയൊക്കെ വെച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അവരെ അവിടെ സ്ലേവ്സ് ആയിട്ട് കീപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം അതാണ് വിമൻ്റെ ഒരു കണ്ടീഷൻ ആ ഒരു സമയത്ത്. അതുപോലെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കൾച്ചർ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലക്നൌവിൽ നോക്കുവാണെങ്കിൽ അസഫ് ഉദ് ദൗല, അദ്ദേഹം ബദ്മ ഇമാംബര 1784 ബിൽഡ് ചെയ്തതാണ്. അങ്ങനെയുള്ള ജയ്പൂരിൽ ഒബ്സർവേറ്ററീസ് ഉണ്ടായിരുന്നു. ദെൻ സൗത്തിൽ ഇപ്പോൾ കേരളം ആണെങ്കിൽ നമുക്ക് പത്മനാഭപുരം പാലസ് ഉണ്ടായിരുന്നു. ദെൻ കുഞ്ചൻ നമ്പ്യാർ ഒരു ഉദാഹരണമാണ്. ദെൻ അങ്ങനെയുള്ള തമിഴ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പല ലാംഗ്വേജിലും ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിട്ടീഷുകാർ വരുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയുടെ സോഷ്യലായിട്ടുള്ള അവസ്ഥകൾ, ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥകൾ, അതായത് ഒരു റൈസ് ഓഫ് റീജിയണൽ കിങ്ഡം, റീജിയണൽ സ്റ്റേറ്റ്സ് വളർന്നു, മുഗൾ എംപയറിൻ്റെ തകർച്ചയും റീജിയണൽ സ്റ്റേറ്റ്സ് വരുന്നതും, അതുപോലെ സൊസൈറ്റി, സ്ത്രീകളുടെ പൊസിഷൻ എന്തായിരുന്നു, എഡ്യൂക്കേഷൻ പരമായിട്ട് ആർട്ട് എന്താണ്, ആർക്കിടെക്ചർ എന്താണ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ ഒരു ഡിഫറെൻറ്റ് യൂറോപ്യൻ പവേഴ്സ് എങ്ങനെയാണ് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ചതെന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. യെസ്, അപ്പം അത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സോ നമ്മൾ യൂറോപ്യൻ പവേഴ്സ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് എത്തിയത് എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, എല്ലാ തരത്തിലും സോഷ്യോ ഇക്കണോമിക്, സൊസൈറ്റി റിലേറ്റഡ്, ഭരണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. യെസ്, താങ്ക് യു.